ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഉമേഷിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ റിമാൻഡിലായ സ്വപ്നയെയും സന്ദീപിനെയും എറണാകുളത്തെ NIA കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതികളെ 3 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വപ്നയെ തൃശൂരിലെ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലേക്കും സന്ദീപിനെ കറുകുറ്റി കോവിഡ് കേന്ദ്രത്തിലേക്കുമാണ് മാറ്റുക. ഇവരെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ NIA സംഘം നടത്തുകയാണ്. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഇവരെ അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ടോ? രണ്ടുപേരെയും എങ്ങോട്ടൊക്കെ മാറ്റും? എത്ര മണിയാകുമ്പോൾ അവരെ അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. ഇപ്പോൾ പ്രതികളെ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കുകയാണ്. അവർ രണ്ടുപേരെയും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 6:30 ഒരാൾ കറുകുറ്റിയിലെത്തും, മറ്റേയാൾ 7:15 തൃശ്ശൂരെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. 2 വാഹനങ്ങളിലായിട്ടാണ് രണ്ടുപേരെയും ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഈ പ്രതികൾ ഇത് കോടതി നടപടികൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് മരുന്ന് വേണം എന്ന് ആവശ്യപ്പെട്ടു. അതായത് അവർക്ക് അതിയായ രക്തസമ്മർദ്ദമുണ്ട്, അതിൻ്റെ മരുന്ന് വേണം എന്ന് രണ്ടുപേരും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മരുന്ന് വാങ്ങി നൽകിയ ശേഷമാണ് രണ്ടുപേരെയും ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും 3 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ റിമാൻഡാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ റിമാൻഡ് കാലാവധിക്കിടയിൽ അവരുടെ കോവിഡ് ഫലം നെഗറ്റീവാണ് എന്ന് കണ്ടാൽ അവരെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ 10 ദിവസത്തെ കസ്റ്റഡി വേണമെന്നുള്ള കസ്റ്റഡി അപേക്ഷയും ഇന്ന് ഇതോടൊപ്പം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. കോവിഡ് ഫലം നെഗറ്റീവ് ആകുന്നത് അനുസരിച്ച് കസ്റ്റഡി വേണം എന്നാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അതനുസരിച്ച് വീണ്ടും കോവിഡ് ഫലം നെഗറ്റീവ് ആകുമ്പോൾ ഇവരെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കുകയും ഇന്ന് നൽകിയ കസ്റ്റഡി അപേക്ഷ വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അതനുസരിച്ച് കസ്റ്റഡി നൽകാനുള്ള സാധ്യതയുമുണ്ട്. നാളെ നെഗറ്റീവായാൽ നാളെ തന്നെ ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റന്നാൾ. ഏതായാലും സത്യത്തിൻ്റെ കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ വാഹനങ്ങൾ, പ്രതികളെ കൊണ്ടുള്ള വാഹനങ്ങൾ പുറപ്പെടുകയാണ്. ഓരോന്നായി ആദ്യം പോലീസിൻ്റെ പൈലറ്റ് വാഹനം പുറപ്പെടുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ മറ്റൊരു പൈലറ്റ് വാഹനം, അതിനുശേഷം 3ാമത്തെ വാഹനത്തിലാണ് ഒരു പ്രതി ഉള്ളത്. ആ 3ാമത്തെ വാഹനത്തിൽ ഇപ്പോൾ സ്വപ്നയാണുള്ളത്. ആ സ്വപ്ന 3ാമത്തെ വാഹനത്തിൽ, 4ാമത്തെ വാഹനത്തിലാണ് സന്ദീപ് ഉള്ളത്. അവരെ ഇപ്പോൾ കൊണ്ടുപോകുന്നു. സന്ദീപ് ചിരിച്ചുകൊണ്ടാണ് ആ വാഹനത്തിൽ ഇരിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. ഏതായാലും ആ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. നമ്മുടെ പ്രതിനിധികൾ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട്. അത് തുടർന്നുള്ള റിപ്പോർട്ടുകൾ അവർ തന്നെ നൽകും. ഏതായാലും വാഹനങ്ങൾ ഈ കോമ്പൗണ്ടിൽ നിന്ന്, കോടതി പരിസരത്ത് നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ആ കോടതി നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. 3 ദിവസത്തെ റിമാൻഡാണ് അനുവദിച്ചിരിക്കുന്നത്. കോവിഡ് ഫലം നെഗറ്റീവായാൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇവർക്കൊരു നിരീക്ഷണ കാലാവധി, ഇപ്പൊ ഇവർ പോകുന്ന നിരീക്ഷണ സെന്ററിൽ ഇവർ തുടരേണ്ട ഒരു ആവശ്യമുണ്ടാകുമോ ശ്രീനാഥ്? തീർച്ചയായിട്ടും അവർക്ക് നിരീക്ഷണ കാലാവധിയുണ്ട്. കോവിഡ് ഫലം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ കോവിഡ് ഫലം മാഡം കെൽസയുടെ അഭിഭാഷകയെ എത്തിയതാണ്. അവർക്ക് അഭിഭാഷകർ ഇല്ലാത്തത് കൊണ്ടാണ് ഹാജരായത്. ഞാൻ കെൽസയുടെ അഭിഭാഷകയാണ്, അത് പറഞ്ഞിട്ടാണ് ഞാൻ എത്തിയിരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ഹാജരായത്? അതെ, കോടതി നിർദ്ദേശപ്രകാരം ഹാജരായതാണ്. അവർക്ക് സ്വന്തമായി അഭിഭാഷകരുണ്ടായിരുന്നു? അഭിഭാഷകർ ഇന്നിവിടെ ഹാജരായിട്ടുണ്ട്. ഹാജരായത് എന്നെ എത്ര ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷയാണ്? 10 ദിവസത്തേക്കുള്ള അപേക്ഷയാണ്. നമ്മൾ എന്തൊക്കെ കാരണങ്ങളാണ് അത് നാളത്തേക്കാണ് ഹിയറിങ്ങിന് വെച്ചിരിക്കുന്നത്. നാളത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ ഹിയറിങ്ങിന് വെച്ചിരിക്കുന്നത്. എൻ്റെ പേര് അഡ്വക്കേറ്റ് വിജയം പി. കെൽസയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള, അതായത് കോടതി നിർദ്ദേശപ്രകാരം പ്രതികൾക്ക് ഇന്ന് അഭിഭാഷകരാരും ഹാജരായിരുന്നില്ല. അതുകൊണ്ട് 3 ദിവസം ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ചില ആരോഗ്യ അഭിഭാഷക സംസാരിക്കായിരുന്നു. ഇപ്പോൾ പ്രതികളെയും കൊണ്ട് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എത്ര മിനിറ്റ് എടുക്കും നിരീക്ഷണ കേന്ദ്രത്തിൽ രണ്ടുപേരെയും എത്തിക്കാൻ? തൃശ്ശൂരിലാണ് സ്വപ്നയെ കൊണ്ടുപോകുന്നത്, അതുപോലെ കറുകുറ്റിയിലേക്കാണ് സന്ദീപ് എത്ര മണിയോടെയാണ് അവിടെ എത്തുക? വിവരങ്ങൾ. സ്വപ്നയെയും സന്ദീപ് നായരെയും NIA കസ്റ്റഡിയിൽ
ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് 3 ദിവസത്തെ റിമാൻഡാണ് ലഭിച്ചിരിക്കുന്നത്. കോടതി വളപ്പിൽ നിന്ന് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നു. നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്കാണ് ഇരുവരെയും മാറ്റുന്നത്. ബംഗളൂരുവിൽ നിന്ന് ഇന്നലെ പിടികൂടിയ 2 പേരെയും കോടതിയിൽ ഹാജരാക്കുകയും തുടർ നടപടികൾക്ക് ശേഷം ഇപ്പോൾ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. സ്വപ്നയെ തൃശൂരിലേക്കാണ് കൊണ്ടുപോകുന്നത് നിരീക്ഷണത്തിന് വേണ്ടി. സന്ദീപിനെ എറണാകുളത്തെ NIA കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഇപ്പോൾ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. കറുകുറ്റി കോവിഡ് കേന്ദ്രത്തിലേക്കാണ് സന്ദീപിനെ മാറ്റുന്നത്.